നമസ്കാരം. ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. വാർദ്ധക്യമാകുമ്പോൾ മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ബാധ്യതയാകുന്നവർ. സാക്ഷരതയിൽ മുൻപന്തിയിലുള്ള സംസ്കാര സമ്പന്നമായ കേരളത്തിന് ഇതൊരു പുതിയ കാര്യമല്ല. രോഗബാധിതർ കൂടിയായാൽ പിന്നെ ഏതെങ്കിലും ആശുപത്രിയിൽ എന്നേക്കുമായി തള്ളി വീട്ടുകാർ മടങ്ങും. ഒരു ജീവിതകാലം മുഴുവൻ മക്കൾക്കായി ജീവിച്ചു തീർത്ത വൃദ്ധ മാതാപിതാക്കൾ പ്രിയപ്പെട്ടവർ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കും. എന്നാൽ രോഗം ഭേദമായാൽ പോലും അവരെ തേടി ആരും എത്താറില്ല. വാർദ്ധക്യം ഒരു ശാരീരിക അവസ്ഥയാണെന്നും നമ്മെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തിയവർക്ക് നാം താങ്ങും തണലുമാകേണ്ടവരാണെന്നുമുള്ള തിരിച്ചറിവ് മലയാളിക്കില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ന്യൂസ് ഈവനിംഗിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ക്രിസ്മസ് ആയിട്ട് വീട്ടിൽ പോകണല്ലേ? ഡ്യൂട്ടി കഴിഞ്ഞു. റെഡി വാ പോവാ. ഓ അപ്പച്ചോ, കോട്ടയം ബസ് പോയോ? അപ്പച്ചോ, കോട്ടയത്തേക്കുള്ള ബസ് പോയോന്ന്? സജി, നോട്ടക്കൂലി ഇങ്ങനെ മുൻകൂർ പറ്റുന്നല്ലാതെ നോട്ടം വല്ലതും നടക്കുന്നുണ്ടോ? അപ്പച്ചാ, 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 എനിക്ക് അപ്പച്ചാ, എന്ത് പറ്റി അപ്പച്ചാ? ഈ വെള്ളം കുടിക്ക്. വെള്ളം കുടിച്ച അപ്പച്ചൻ എന്താ പറ്റിയ? എങ്ങോട്ടാ പോകുന്നത്? ഞാനേ മോനാരാ? എവിടുന്നാ? ഞാൻ പോലീസിലാ. ഇവിടെ സ്റ്റേഷനിലെ ജോലി. വീട് കോട്ടയത്താ. ക്രിസ്മസ് അവധിക്ക് നാട്ടിലേക്ക് പോവാ. അപ്പച്ചന് മക്കളാരുമില്ലേ? എന്താ ഇവിടെ ഒറ്റയ്ക്ക്? മക്കളൊക്കെ ഉണ്ട്. ചേടാ, നിന്റെ കാര്യം മറന്നു. ചാച്ചാ, ചാച്ചോ. എന്തോ? ചാച്ചാ, ബോണ്ടിക്ക് നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കാൻ മറക്കല്ലേ. ഓ, മമ്മി പോയി വരാവേ. മോന് ചാച്ച നൂഡിൽസ് ഉണ്ടായി തരുവേ. മമ്മിക്ക് ഓഫീസിലെത്താൻ സമയം പോയി, അതുകൊണ്ടാ. പിന്നെ തുണി കഴുകാൻ മറക്കല്ലേ, നല്ല വെയിലുണ്ടേ. ഓ ചാച്ചാ, നിലം തുടയ്ക്കാൻ മറക്കല്ലേ. എനിക്ക് നേരെ ഇല്ലാത്തോണ്ടാ. എന്റെ പൊന്നു ചാച്ചനല്ലേ. ചാച്ച നിലം തുടച്ചാലേ കണ്ണാടി പോലെ മിന്നും. ബോണ്ടിക്കുട്ടാ. ഓ, മിന്നുന്നുണ്ട്. ചാച്ചന് നന്നായി മിന്നുന്നുണ്ട്. എൻ്റെ ഈശോയെ, ചാച്ചാ, എന്നാ പരിപാടി? മേരിക്കുഞ്ഞേ, വീടല്ലേ, ഓരോ പണികള്. റോയും മോനും എന്ത് പറയുന്നു? റോയ് ജോലിക്ക് പോയി. മോൻ ട്യൂഷൻ ഉള്ളത് കൊണ്ട് നേരത്തെ പോകും. ചാച്ചൻ എന്താ രാവിലെ കഴിച്ചേ? ഒന്നും കഴിച്ചില്ല, കഴിക്കാലോ. എടി, പിന്നെ ഒരു കാര്യം, നമ്മുടെ വീടും പറമ്പും വിറ്റു. വീടും പറമ്പും വിറ്റെന്നോ? ചാച്ചൻ എന്താ ഈ പറയുന്നേ? എടി, ടോമി തന്നെയാ എന്നോട് പറഞ്ഞേ. അവർ ടൗണിലൊരു ഫ്ലാറ്റ് എടുത്തെന്ന്. ഏതോ വലിയ ബിസിനസ് തുടങ്ങാനാന്നാ പറഞ്ഞത്. പിന്നെ പിള്ളേരെ മുന്തിയ സ്കൂളിൽ അയക്കണമെന്നും പറയുന്നത് കേട്ടു. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ പോണ്ടിക്ക് നൂഡിൽസ് കൊടുത്തിട്ടില്ല. പിന്നെ വിളിക്കാവേ. ചാച്ചാ, വായു ഗുളിക വാങ്ങിയോടാ? ഓ, ഞാനത് മറന്നു. നാളെ വാങ്ങാം. ഇതെന്താ കാര്യായിട്ട്? വരുന്ന വഴിക്ക് 2 കുഴിമന്തി അന്ന് വാങ്ങി. കൊള്ളാലോ. ഹായ് മാമ, ഇതെന്തൊരു സ്മെല്ലാ? പാപ്പ, ഇതെന്താ? കുഴിമന്തി അടി കൊതിച്ചി. എനിക്ക് തോന്നി പപ്പന്ന് വരുമ്പോ കുഴിമന്തി വാങ്ങിച്ചുകൊണ്ടിരുന്നു. വാ, നമുക്ക് കഴിക്കാം. വാ.
മമ്മേ എനിക്കൊരു പീസ് കൂടി വേണേ. ഓ എന്ത് രുചി അതിന്. അടുത്ത കാലത്തൊന്നും ഇത്രയും ടേസ്റ്റിൽ കഴിച്ചിട്ടില്ല. പപ്പ നല്ല എരിയുണ്ട് കേട്ടോ. മസാലയൊക്കെ കറക്റ്റാ. ബോണ്ടിക്കുട്ടാ, നിനക്കിന്ന് കുഴിമന്തിയാടാ. കുട്ട നന്നായി കഴിച്ചോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ചാച്ചാ, കുഴിമന്തി കണ്ടപ്പോ അവൻ്റെ ഒരു കളി കണ്ടില്ലേ? ചാച്ചന് ഇതൊക്കെ കഴിച്ചാൽ ഗ്യാസാ. ഞാൻ കഞ്ഞി എടുക്കാം. ചാച്ചന് ഗ്യാസാ. ചാച്ചാ, ഇതെന്താ പുതിയ സ്കൂട്ടറാ? നന്നായിട്ട് മിന്നുന്നുണ്ടല്ലോ. ചാച്ചന് നന്നായിട്ട് സോപ്പിടാൻ അറിയാം. എന്തൊരു പാത. ഇവളെ 501 സോപ്പല്ല 1001 സോപ്പാ. കുടിക്കുക ചാച്ചാ. വേണ്ട ബാബു, നീ കുടിക്കും. നീ അടുത്ത പ്രാവശ്യം തെങ്ങ കയറാൻ വരുമ്പോൾ ഞാൻ ചിലപ്പോൾ ഇവിടെ ഉണ്ടായെന്ന് വരികയില്ല. ചാച്ചാ, സ്ഥലം വിറ്റ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. ആകെ ഒരു സുഖമില്ലടാ. ഈ മണ്ണിൽ കുറേ പണിയെടുത്തതല്ലേ. ഇതൊക്കെ വിട്ടെറിഞ്ഞ് പോകാമെന്ന് ഓർക്കുമ്പോൾ സാരമില്ല ചാച്ചാ. ചാച്ചൻ്റെ ഒരുപാട് സഹായമായിട്ടവനല്ലേ ഞാനും. എൻ്റെ 5 സെൻറ്റും വീടും ചാച്ചൻ തന്നു തന്നെയല്ലേ. അതും ചാച്ചൻ്റെ പേരിൽ തന്നെയാണ്. ചാച്ചൻ എപ്പോൾ വേണേലും അവിടെ വരാം. അത് കുഴപ്പമില്ലടാ. ബാബു, നിന്റെ മോളുടെ കല്യാണമൊക്കെ അടുത്ത് വരികയല്ലേ. ഇത് അവൾക്ക് കൊടുക്കണം. എനിക്ക് അഥവാ വരാൻ പറ്റിയില്ലെങ്കിലോ? ഇത് ശരിയാച്ചാ. എനിക്ക് ജോണേട്ടൻ്റെ വീട്ടിലൊന്ന് പോകണം. എന്നാ സമയം കളയണ്ട. അന്നമ്മേ, നമ്മളൊക്കെ മക്കൾക്ക് പഴഞ്ചനായടി. തൽക്കാലം നീ ഇവിടെ. ചാച്ചാ, ചാച്ചൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സ്വത്ത് വീതം വെച്ചതിൽ തെറ്റൊന്നും പറയാനില്ല. വെറുതെ ആങ്ങളെയും പെങ്ങളും തെറ്റി. സ്വന്തം വീട്ടിൽ കയറാനോ ചാച്ചനെ ഒന്ന് കാണാൻ പോലും എനിക്ക് പറ്റാതായി. ആ സോഫി, അവൾക്ക് ചാച്ചൻ്റെ സ്വത്ത് മുഴുവൻ ഒറ്റയ്ക്ക് കിട്ടണം. അവൾ ഒരുത്തിയാ എന്നെയും ടോമിയും തമ്മിൽ തെറ്റിച്ചത്. എടി, അതൊക്കെ വിട്ടുകളാ. പിന്നെ എൻ്റെ സ്വത്ത് മുഴുവൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ വിട്ടു തന്നില്ലേ? ചാച്ചൻ്റെ കാര്യം ഓർക്കുമ്പോഴാ എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷേ റോയിയുടെ വാശി കൂട്ടിയാൽ കൂടില്ല. ചാച്ചൻ കൊടുത്ത സ്വത്ത് കുറഞ്ഞു പോയിന്നും പറഞ്ഞ് റോയ് എപ്പോഴും എന്നോട് വഴക്കാ. എന്തായാലും ചാച്ചൻ അവരോടൊപ്പം ടൗണിലേക്ക് പോകുന്നതാ നല്ലത്. ഇല്ല മോളെ, അമ്മച്ചിയുടെ കുഴിമാടമുള്ള ഈ ഇടവക വിട്ട് ഞാനില്ല. ഓ, ചാച്ചൻ അമ്മച്ചിയെ കെട്ടിപ്പിടിച്ചിരുന്നോ? ചാച്ചനോട് പറഞ്ഞാൽ മനസ്സിലാകുകയല്ലേ? നിന്റെ കൂടെ ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അമ്മച്ചിയുടെ കുഴിമാടത്തിലും പോകാം. പിന്നെ ഈ നാടും വിടുണ്ടല്ലോ. ഓ, ഈ ചാച്ചനെ കൊണ്ട് തോറ്റു. പറഞ്ഞാലും കേൾക്കത്തില്ല. എനിക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ടല്ലേടി. നീ എന്നെ നോക്കുവോ? ഞാൻ അങ്ങോട്ട് വരട്ടെ? ഓ, എന്തേലും ചെയ്യ്. അപ്പച്ചന് മോൻ്റെ കൂടെ കഴിയാനായിരുന്നില്ലേ കൂടുതൽ ഇഷ്ടം? എൻ്റെ മകൻ്റെ ഒപ്പം കഴിയാനാ എനിക്ക് കൂടുതൽ ഇഷ്ടം. സോഫി വന്നത് മുതൽ അവൻ ആളാകെ മാറി. ഞാൻ അവർക്കൊരു ബാധ്യതയായി. എന്നെ ഒഴിവാക്കാൻ ജോലിയും പഠനമൊക്കെ പറഞ്ഞ് ടൗണിലേക്കുള്ള ഈ മാറ്റം. അപ്പച്ചൻ എന്താ, മകൻ പോയാലും മകളുണ്ടല്ലോ കൂട്ടിനെ. മകളും മരുമകനും കൂടെ അപ്പച്ചനെ പൊന്നു പോലെ നോക്കില്ലേ? പിന്നെന്താ അപ്പച്ചൻ്റെ പ്രശ്നം?
അന്നാമ്മേ, ഇന്ന് ഈ വീട്ടിൽ എൻ്റെ അവസാന രാത്രിയാ. നാളെ എല്ലാവരും ടൗണിലേക്കും ഞാൻ മേരിക്കുഞ്ഞിൻ്റെ വീട്ടിലേക്കും. എന്തേരം ക്രിസ്മസുകളാ നമ്മൾ ഈ വീട്ടിൽ ആഘോഷിച്ചേ. എന്തുമാത്രം പുൽക്കൂടുകളാ നമ്മൾ മക്കൾക്കായി ഉണ്ടാക്കിയത്. നമ്മളെ എന്ത് ഇഷ്ടായിരുന്നു നമ്മുടെ മക്കൾക്ക്. എന്ത് രസമായിരുന്നു നമ്മുടെ വീട്. ചാച്ചാ, ഞങ്ങളെന്നാ ഇറങ്ങാൻ നോക്കുക. പാല് കാച്ചിന് സമയം പോകും. സമയം കളയണ്ട, വേഗം പൊക്കോ. മിടുക്കനാവണട്ടോ. ചാച്ച കരയാതെ മോള് പഠിച്ച് ടീച്ചറാവണം കേട്ടോ. പൊക്കോ. ബോണ്ടിക്ക് ചാച്ചനെ വിട്ടു പോവാൻ തീരെ താല്പര്യമില്ല. ബോണ്ടിക്കുട്ട വാടാ, സമയം പോയി. ചാച്ച പോവാണേ. ചാച്ചാ, ചാച്ചൻ എന്നാ മേരിക്കുഞ്ഞിന്റെ വീട്ടിലേക്ക് പോവില്ലേ? അതാ നല്ലത്. എന്നാ പിന്നെ ആ ചാച്ചനോ? കേറി വാ. മോളെ കുറച്ച് വെള്ളം. ചാച്ചനെന്താ വേഗം തൂക്കി നടന്നാ പോന്നേ? ടോമിക്ക് ഇന്ന കാറിൽ എണ്ണ അടിക്കാൻ കാശില്ലേ? സോഫി അവൾ ഒന്നിനും സമ്മതിക്കുകയല്ല. രണ്ടും കൂടി നാടകം കളിക്കുക. ആ ചാച്ചനിരിക്കി. റോയ് എന്തിയടി? റോയി. ആ ചാച്ചനോ? മോനെ കോളേജിലാക്കി ഞങ്ങളിപ്പോൾ വന്നതേ ഉള്ളൂ. അവനെ ഒന്ന് കാണാനും പറ്റിയില്ല. ചാച്ചാ, ചാച്ചനെ ഇനി ഇവിടെ ഉണ്ടല്ലോ. സമയം പോലെ അവനെ ഫോണിൽ കണ്ട് സംസാരിക്കാലോ. എടി, ചാച്ചന് മാറാൻ മുണ്ടും ബനിയനും കൊടുക്ക്. വാ ചാച്ചാ. നീ ഇതെന്ത് മാമിച്ച? ചാച്ചൻ ഇവിടെ നിൽക്കാൻ വരുവാന്ന് ഞാൻ പറഞ്ഞതല്ലേ. നീ എന്തിനാ ഇയാളുടെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? പിന്നെ ഇയാളുടെ കൈ വല്ല കോറയുണ്ടോ?
ഉള്ളതെല്ലാം വിറ്റ് തൊലച്ച് കാർന്ന് പറയും പറ്റിച്ച് മകനും പോയി. എടി ഇയാൾ വെറും സീറോയാടി, സീറോ. നീ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കാൻ നോക്ക. എന്തായാലും ചാച്ചൻ വന്നതല്ലേ, കുറച്ചു ദിവസം നിൽക്കട്ടെ, എന്തേലും വഴി ഉണ്ടാക്കാം. നീ ഇവിടെ വഴിയുണ്ടാക്കിയിരുന്നു, ഞാൻ എൻ്റെ വഴിക്ക് പോവും. ഇതിന് ഇനി ഇവിടെ വഴക്ക് വേണ്ട. ചാച്ചന് ഞാൻ നാളെ തന്നെ പറഞ്ഞു വിട്ടേക്കാം, എന്താ പോരെ? ചിലക്കാതെ കിടന്ന് ഉറങ്ങാൻ നോക്കടി. അവിടെ ഒരു ചാച്ചൻ. അണ്ണാമ്മ, നമ്മുടെ മക്കൾക്ക് എന്നെ വേണ്ടേ? നിന്റെ 6 അടി മണ്ണിലേക്ക് എന്നെ കൂടെ കൊണ്ടുപോയി. അപ്പച്ച വിഷമിക്കണ്ട, സാരമില്ലെന്നേ. എല്ലാ മക്കൾക്കായി മാറ്റിവെച്ച അപ്പച്ചൻ്റെ വേർപ്പിൻ്റെ കണക്കുണ്ടല്ലോ, അത് മക്കൾ കൂട്ടാതെ പോയല്ലോ. സാരമില്ല അപ്പച്ച, സാരമില്ല, പോട്ടെ. അപ്പച്ച, സത്യം പറഞ്ഞ ഞാനും ഒരു ഓർഫനാണ്. കുറച്ച് കന്യാസ്ത്രീകളുടെ കാരുണ്യമാണ് ഈ ജീവിതം. ഒരു പോലീസാകണമെന്നായിരുന്നു ആഗ്രഹം. പഠിച്ചു പഠിച്ച് പോലീസായി. ഇപ്പോൾ ഞാനും ഒറ്റയ്ക്കാണ്. അപ്പച്ചൻ എൻ്റെ കൂടെ പോരുന്നു, എൻ്റെ അപ്പച്ചനായിട്ട്. ഇപ്രാവശ്യത്തെ ക്രിസ്മസ് നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. വാ, പോവാ അപ്പച്ചൻ.